നീ അതൊക്കെ പോട്ടെ, ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തല്ലോ, ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തല്ലോ, അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് പി വിക്ക് ഈ കോടികൾ കൊടുത്തത്. അതല്ലാതെ പി വിയുടെ മോള് പറഞ്ഞു അച്ഛന് കൊടുത്താ പോരാ, എനിക്കും വേണം. അതാണ് ഈ കേസ്. അതായത് പി വിക്ക് കൈക്കൂലി കൊടുത്തു. അപ്പോഴാണ് മോള് ഇങ്ങനെ ചൊറി കുത്തിരിക്കാനോ, മോൾ IT പാസ്സായി എന്നൊക്കെയാ പറയുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മോൾ IT പാസ്സായ കഥ എങ്ങനെയാണെന്ന്. ഇവിടെ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നപ്പോ, അതായത് സ്വാശ്രയ കോളേജിനെതിരെ കേരളത്തിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ ഭാഗമായി 5 സഖാക്കളെ ഇവിടെ വെടിവെച്ച് കൊന്നു അന്നത്തെ സർക്കാർ. പുഷ്പന് വെടികുടുങ്ങി, പുഷ്പൻ എന്താ പറയാ ശയ്യയിലായി അല്ലേ. എത്ര വർഷം വേദന നിന്ന് പുഷ്പൻ കഴിഞ്ഞു എന്ന് അറിയോ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? സ്വാശ്രയ കോളേജുകൾ നടത്താൻ പാടില്ല. അങ്ങനെ ഈ സഖാക്കള് അന്തംഗമ്മികള് സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തുമ്പോഴാണ് പിണറായി വിജയന്റെ മോള് വീണ വിജയനെ ഇവിടെ കോയമ്പത്തൂരെ സ്വാശ്രയ കോളേജിൽ, കോയമ്പത്തൂരിലെ അമൃതാനന്ദമയി ദേവിയുടെ സ്വാശ്രയ കോളേജായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെ പോയി പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കി നിങ്ങൾ. അതായത് ഈ പാവം സഖാക്കളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക സ്വാശ്രയ കോളേജിനെതിരെ, എന്നിട്ട് ഈറ്റിങ്ങളെ വെടിവെച്ച് കൊല്ലുക. അപ്പൊ സ്വന്തം മോളെ നേരെ കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് അവിടുത്തെ സ്വാശ്രയ കോളേജിൽ ചേർത്തുക. എങ്ങനെയുണ്ട്? അപ്പൊ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചും വിവരമില്ല. അവസാനം എൻട്രൻസ് ടെസ്റ്റ് നടത്തിയാൽ കിട്ടൂല. എൻട്രൻസ് ടെസ്റ്റ് നടത്തിയാൽ കിട്ടൂല എന്നറിയുന്നതുകൊണ്ട് വീണക്ക് മാത്രമായിട്ട് ഒരു ടെസ്റ്റ് നടത്തി. അത്ര അതിൽ വട്ടപൂജയായിരുന്നു. വട്ടപൂജം കിട്ടിയിട്ടും അവിടെ അഡ്മിഷൻ കൊടുത്തു. അത് വേറൊരു ഇടപാടിന്റെ എന്താ പറയാ പ്രത്യുപകാരമായിട്ട് അവിടെ ഏതായാലും പ്രവേശനം